ചിലവരുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഊബറൊക്കെ ഓണാക്കിയിട്ടത് ഇപ്പം ഇന്ന് ബുധനാഴ്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇപ്പം സമയം 12 കാലമായിട്ടുണ്ട്. ചില നേരത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെങ്കിലും ഞാൻ റെഡി ആയി വരും ഈ സമയവും. അപ്പോൾ ഇപ്പം 12 കാലമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നമ്മളൊരു 2-3 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ചാലക്കുടിയിൽ എത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഇപ്പോഴേ ഞാൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. നമുക്ക് പോണ വഴിയിൽ CNG അടിക്കണം, 2 കട്ടേ ഉള്ളൂ CNG. അപ്പം എന്തായാലും ചാലക്കുടിയിലെ പമ്പിൽ CNG അടിച്ചിട്ട് വേണം തുടങ്ങാൻ. ഏതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ കാണാം. ട്രിപ്പ് അടിക്കട്ടെ. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:28 12 ആവാറായിട്ടുണ്ട്. ട്രിപ്പുകളൊന്നും നിലവിൽ അടിച്ചിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് 10 കിലോമീറ്ററോളം ആയിട്ടുണ്ട് കേട്ടോ. കാലി അടിച്ച് CNG നമുക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. 2 കട്ട തന്നെ ഉണ്ട്. അവിടെ കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പോണ വഴിയിൽ എന്തെങ്കിലും അടിക്കാൻ പറ്റുവെച്ചെങ്കിൽ അടിക്കാം. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിടക്കാമെന്ന് വിചാരിച്ചു കറണ്ട് വരുന്നവരെ. പക്ഷേങ്കിൽ അവിടെ വേറെ വണ്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കണ കാര്യം ഞാൻ കിടുന്നില്ല. വണ്ടിയുടെ സ്ഥലം കുറവായതുകൊണ്ട് പിന്നെ ഞാനിവിടെ പോകുന്നു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ. ഞാൻ ട്രിപ്പ് അടിച്ചിട്ട് കാണാം. തൃശ്ശൂർ ഭാഗത്തേക്ക് എനിക്ക് ട്രിപ്പ് എടുക്കാൻ ഇഷ്ടമല്ല. തൃശ്ശൂർക്ക് എന്തായാലും ട്രിപ്പ് അടിക്കാതിരിക്കട്ടെ, എല്ലാം എറണാകുളമൊക്കെ കിട്ടട്ടെ. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ആ ട്രിപ്പ് എടുത്തിട്ട് കാണാം. നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ച സ്ഥലത്തേക്കാട്ടോ ട്രിപ്പ് അടിച്ച, തൃശ്ശൂർക്ക് പൂത്തോൾക്ക്. എന്തായാലും പോവന്നെ. നീ നമ്മൾ എടുക്കാണ്ട് അക്സെപ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടവർ. അപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. എന്തായാലും ടോളിൻ്റെ പൈസ എക്സ്ട്രാ മേടിക്കണം കേട്ടോ. അതാണ് ഒരു ചടങ്ങ്. എന്തായാലും പോവാ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് CNG അടിക്കാൻ വേണ്ടിയിട്ട് പമ്പി വന്നപ്പോൾ ഇവിടെയും കറണ്ടില്ല. ഇപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ വിശക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ വന്നിരുന്ന കസ്റ്റമർ നമ്മുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഹോട്ടലുണ്ടായിരുന്നു, വിളിച്ചിരുന്നു. ഞാൻ പോയില്ല, നമുക്കൊരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കഴിക്കണില്ല, കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പറയും എന്നാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ പോയില്ല. അപ്പം എന്തായാലും നമുക്കിനി ഫുഡ് അടിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോഴത്തേനും അവിടെ കറണ്ട് വരട്ടെ. കറണ്ട് വന്നില്ലെങ്കിൽ ഇന്നത്തെ ഓട്ടം നടക്കൂല. CNG മിന്നി നിൽക്കുന്നുണ്ട്. CNG കഴിഞ്ഞിട്ടില്ല, മിന്നി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു 5-6 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും അത് തീരും. അപ്പം അതുകൊണ്ട് CNG ഇല്ലാണ്ട് നമുക്ക് ഓടിയിട്ട് കാര്യമില്ല. ഒന്നാമത് ഇവിടെയൊക്കെ 16 രൂപ 17 കിലോമീറ്റർ തരുള്ളൂ. 3 കിലോമീറ്റർ പിക്കപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ CNG കിട്ടിയിട്ട് ഓടാനുള്ള പ്ലാനിങ് ആണ്. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അങ്ങനെ വെച്ചാൽ നമ്മളത് കഞ്ഞി കുടിച്ചിട്ടാ. കഞ്ഞി അപ്പോൾ കഞ്ഞി വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടുണ്ടായിരുന്നില്ല, പിന്നെ മോരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് വലിയ എയിമില്ല. എന്തായാലും ഇപ്പോൾ അതേ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമുക്ക് പെട്രോൾ ഓടിയിട്ട് കാര്യമില്ല. CNG കഴിഞ്ഞ് പെട്രോളിൽ വന്നിട്ട് മൈലേജ് കിട്ടണത് 12-14ഒക്കെയാണ് മൈലേജ് കിട്ടണത്. 14 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു കിലോമീറ്ററിന് 9 രൂപയോളം വരുന്നുണ്ട് ചാർജ് നമുക്ക് വരുന്നുണ്ട്. ഊബറിൽ ഓടിക്കഴിഞ്ഞാൽ 16 രൂപ 17 രൂപയ്ക്കാണ് കിട്ടണത് കിലോമീറ്ററിന്. അതായത് എന്നാലും 9 രൂപയുണ്ട്. പക്ഷേങ്കിലും വേറെ കാര്യമുണ്ട്, നമ്മൾ പിക്കപ്പ് പോയിന്റിലേക്ക് പോണതിൻ്റെ പൈസ നമുക്ക് കിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പോണ സ്ഥലത്ത് നിന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് CNG കിട്ടിയിട്ട് ഓടണുള്ളൂ. ഇപ്പോൾ മൂഞ്ചലായിപ്പോയി മൊത്തത്തിൽ. ഇനിയിപ്പോൾ CNG കിട്ടണ വരെ നമ്മളിവിടെ കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പമ്പ് ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെ പോയാൽ ഏത് അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതേമാതിരി ഭയങ്കര ബ്ലോക്കുണ്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു വന്നപ്പോൾ. ഫസ്റ്റ് ഓടിയ കസ്റ്റമർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കസ്റ്റമറൊക്കെ തന്നെയായിരുന്നു. പിക്കപ്പ് നമുക്ക് അധികം ദൂരം ഉണ്ടായിരുന്നില്ല കേട്ടോ, ചാലക്കുടി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 465 രൂപ 15 പൈസേനെ കിട്ടിയേ. എക്സ്ട്രാ ടോളിൻ്റെ പൈസ 90 രൂപ നമ്മൾ അഡീഷണൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമറിൻ്റെ നിന്ന്. ആ ട്രിപ്പിൽ നമുക്ക് കിലോമീറ്റർ എന്ന് പറയുന്നത് കിലോമീറ്റർ 29.5 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അതായത് ഒരു 30 കിലോമീറ്റർ നമ്മൾ പിക്കപ്പ് ഇതിൽ കാണിക്കില്ല. 1 മണിക്കൂർ 4 മിനിറ്റ് ആട്ടോ. വലിയ കാര്യമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമറിൽ നിന്ന് 543 രൂപ പ്ലസ് ടോളിൻ്റെ പൈസയും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതേ തൃശ്ശൂരിൽ ഇതേ ഇപ്പോൾ സർജൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട സർജൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കാൻ പറ്റുന്നില്ല എന്നല്ല, ഓണാക്കണില്ല. ഞാനിവിടെ റാപ്പിഡോ ഇവിടെ ഓൺ ചെയ്തിട്ട് കാര്യമില്ല. യാത്ര ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, അതായത് കേരള സവാരി ഓൺ ചെയ്തിട്ടുണ്ട്. ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല എന്നേ വരെ. ഞാൻ എന്തായാലും ഓൺലൈനിൽ ആക്കിയിട്ടിട്ടുണ്ട്. ഇതുവരെ ഇനി ഞാൻ ഓഫ് ചെയ്യണില്ല.
റാപ്പിഡോ എന്തായാലും ഇവിടെ ഓണാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ട്രിപ്പ് അടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓണാക്കാൻ മറക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പിഡോ ഓൺ ചെയ്തിട്ടുണ്ട്. കേരള സഭയിൽ തൃശ്ശൂർ ട്രിപ്പ് അടിക്കുമോ എന്നൊക്കെ നോക്കാം കേട്ടോ അന്നത്തെ ദിവസം. എന്തായാലും നോക്കാം. ഇന്നിപ്പോൾ സമയം ഇപ്പോൾ എത്ര മണി? 3 മണിയായിട്ടുണ്ട് കേട്ടോ. 3:01 ഇനിയിപ്പോൾ എത്ര മണിക്കാ CNG കിട്ടുക, എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും മാക്സിമം നമുക്ക് CNG കിട്ടണവരെ വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പോവാം. നമ്മൾ CNG അടിക്കാൻ വേണ്ടിയിട്ട് ഒല്ലൂർക്ക് വന്നിട്ട് അവിടെ അധികം നേരം വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ സമയം 3:20 ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ കിട്ടിയതാണ് കേട്ടോ 456 രൂപ. അതേപ്പോൾ ഇവിടെ നല്ല സർജ് കാണിക്കുന്നുണ്ട്. ഒല്ലൂർ CNG പമ്പിൽ നിന്നാട്ടോ നമ്മൾ CNG അടിച്ച് 710 രൂപയ്ക്ക് അടിച്ചപ്പോൾ നല്ല രീതിയിൽ സർജ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ CNG ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഷിഫ്റ്റിംഗ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് ഇനിയിപ്പോൾ മറ്റേതേക്ക് ആവുള്ളൂ, അതായത് CNGക്ക് ആവുള്ളൂ. തീർന്നു പോയ കാരണം അവിടെ നിന്ന് എടുത്ത വഴി തന്നെ തീർന്നു പോയായിരുന്നു കേട്ടോ. ഇപ്പോൾ 1.8 ആക്കിയിട്ടുണ്ട്. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ സുഖം. എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാൻ നന്നായിട്ട്. അവിടെയാണെങ്കിൽ ആദ്യം പ്രഷറും ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ നിറച്ച് വണ്ടികളും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് CNG അടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് കാണാം. മണിക്കൂറോളായിട്ടോ 3:47 ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. പമ്പിൽ തന്നെയാണ്. ഞാൻ എന്തായാലും പതുക്കെ അങ്ങോട്ടേക്ക് നീക്കിയിടാന്ന് വിചാരിച്ചിരിക്കണ്. 1/2 മണിക്കൂറോളായിട്ട് ട്രിപ്പ് അടിച്ചിട്ട് സർജൊക്കെ പോയിട്ടാ. സർജ് ഉണ്ടായിട്ട് പോലും നമുക്ക് ട്രിപ്പ് അടിച്ചില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും പതുക്കെ അങ്ങോട്ടേ നീങ്ങി വെയിറ്റ് ചെയ്യാം. ഒക്കെ കണക്ക് തന്നെ, എന്നാലും പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് നീങ്ങി വെയിറ്റ് ചെയ്യാമെന്ന് മാത്രം. എന്തായാലും ഇനി ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അവിടെ നിന്ന് നമ്മൾ അനക്കുള്ളൂ കേട്ടോ. അപ്പത്തന്നെ ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടാ. പെട്ടെന്ന് ഞെക്കിയാരണം കിട്ടി ഒരു ന്യൂജി. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് പമ്പിൻ്റെ അവിടെ നിന്ന് കണ്ട പമ്പിൻ്റെ ബോർഡ് അറ്റത്തുണ്ട്. അവിടെ നിന്ന് പതുക്കെ നീക്കുള്ളൂ. അപ്പത്തേനും നമുക്ക് ട്രിപ്പ് അടിച്ചു. എന്തായാലും ഇനി കസ്റ്റമർ എവിടെയാണെന്ന് നോക്കാം. മാച്ച് ട്രിപ്പാണ് 140 രൂപ. ഇവിടെ അടുത്ത് എവിടേക്കാലായിരിക്കും. എന്തായാലും കസ്റ്റമർ 550 മീറ്റർ അപ്പുറത്തുണ്ട്. എന്തായാലും പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യണതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. എവിടേക്കാന്ന് കറക്റ്റ് നോക്കിയില്ല. എനിക്ക് തോന്നണം മുളങ്കും മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തേക്കാന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. എന്തായാലും പിക്ക് ചെയ്യാൻ പോകും. ആളൊരു 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ബാക്കി ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. വേറെ നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചുള്ളൂ കേട്ടോ. റൈഡർ വാസ് കംപ്ലീറ്റ് അല്ല ക്യാൻസൽഡ്. പുള്ളി ക്യാൻസൽ ചെയ്ത്. അപ്പം ഇനി അടുത്ത ട്രിപ്പ് കിട്ടണ വരെ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. എവിടെ വെയിറ്റ് ചെയ്യും? അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും 200 സംതിങ്ങിൻ്റെ ട്രിപ്പായിരുന്നു. അപ്പോൾ അത് പോട്ടെ, അടുത്തത് കിട്ടട്ടെ. മറ്റേ ട്രിപ്പിൽ നമുക്ക് കിട്ടിയായിരുന്നത് ലാസ്റ്റ് ട്രിപ്പിൽ ലാസ്റ്റ് ട്രിപ്പ് ക്യാൻസലായി കാരണം കാണാൻ പറ്റില്ല. പിന്നെ ആണ് സെയിം ട്രിപ്പ് തന്നെ മാച്ച് ട്രിപ്പ് അടിച്ചിട്ടാ. ഞാൻ ഞെക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടിയാണാവോ? കിട്ടിയില്ല. വേറെ ഡ്രൈവർ എടുത്തു. പോട്ടെ, അടുത്ത അടിക്കട്ടെ. 239 സെയിം ട്രിപ്പ് സെയിം കസ്റ്റമർ തന്നെയായിരിക്കും തോന്നുന്നു. ഇതാ ട്രിപ്പ് തന്നെയാണല്ലോ. ഇതെന്താ ഇപ്പം ഇങ്ങനെ? പുള്ളിക്ക് വട്ടായ അലി സെയിം ആള്. എന്നിട്ടിപ്പോൾ ഇത് വിളിച്ച് ചോദിച്ചാലോ? ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്താലോ പുള്ളി? ഒന്ന് വിളിച്ചു നോക്കാം. ഇതെന്ത് തേങ്ങയാണിത്? എന്തിട്ട് സെറ്റപ്പ് എന്നറിയില്ല. എന്തായാലും വിളിച്ചു നോക്കിയിട്ട് പോവാം. ഒരു ഡൗട്ടുണ്ട്. പുള്ളീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടാ. ഈ കോള് പോകുന്നുണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് നമ്മുടെ ഇവിടേക്കായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്കല്ലായിരുന്നു, ആ ഒരു ഭാഗത്തേക്കായിരുന്നു. പക്ഷേ എങ്കിലും അവിടേക്ക് എത്തണ്ട, റോഡ് സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. 228 രൂപയാണ് നമുക്ക് കിട്ടിയത്. കസ്റ്റമറിന് 194 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈസ കിട്ടി 228 കിട്ടി. കസ്റ്റമറിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞു. 4:45 വെച്ചാൽ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പതുക്കെ നീങ്ങി മാച്ച് ട്രിപ്പായിരുന്നു കേട്ടോ. ഒരെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പതുക്കെ നീക്കി വഴിയാണ് നമുക്ക് കാടുകുറ്റി ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചാലക്കുടി കാടുകുറ്റി ഭാഗത്തേക്ക്. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാണ്. 698 ആ റേഞ്ചാണ് കാണിച്ചിരുന്നത്. അപ്പം എന്തായാലും
എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ചിലപ്പോൾ നിർത്താൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെയും ഓടാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ അവിടെ എത്തുമ്പോഴേക്ക് എത്ര എമൗണ്ട് ആവും. ഇപ്പം 800 അതിൻ്റെ കൂടെ എടുത്താണ്ടാണ് ഓടിയേക്കണേ. എന്തായാലും എത്തിയിട്ട് നോക്കാം നമുക്ക്. അവിടെ എത്തിയിട്ട് ഓട്ടം കിട്ടുമോ എന്താ അവസ്ഥ നോട്ടെ. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കാടൂറ്റിയിൽ എത്തിയിട്ടുണ്ട്. 665 രൂപ നമുക്ക് കിട്ടിയത്. കസ്റ്റമറിൻ്റെ നിന്ന് 277 പിന്നെ 90 രൂപ നമ്മുടെ ടോളിൻ്റെ പൈസയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ പതുക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനിലാണ്. ഊബർ നിലവിൽ ഓഫ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുത്തെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാലും വീട്ടിലേക്ക് കാലി വരേണ്ടി വരും, അത് കൺഫേമാണ്. സാധാരണ ഇന്നേരേക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. എറണാകുളം ഭാഗത്തേക്ക് പോയിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ടാണ് എനിക്ക് പിന്നെയും ചാലക്കുടി അടുത്ത ഭാഗത്തേക്കൊക്കെ കിട്ടാറ്. എറണാകുളത്ത് നിന്ന് എനിക്ക് ഇന്നേരെ കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചാൻസസ് ഇല്ല. ഞാൻ എന്തായാലും പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിവൈനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ, മുരിങ്ങൂര് ഭാഗത്തേക്ക് തന്നെ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ട്രിപ്പ് അടിക്കുമോ എന്നറിയില്ല. ട്രിപ്പ് അടിക്കുക വെച്ച് കഴിഞ്ഞാൽ എടുക്കും മുരിങ്ങൂര് എത്തണ വരെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് പോകും. തീരുമാനിച്ചിട്ടില്ല, എന്തായാലും വഴിയെ കാണാം. നമ്മളിത് അവിടെ ആ ഒരു ഭാഗത്ത് തന്നെ ഇട്ട് നിൽക്കണേ. ഇപ്പം 8:04 സമയം. ആ ഒരു ട്രിപ്പിലും ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ തർക്കിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കസ്റ്റമറൊക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളിൻ്റെ പൈസ 90 രൂപ മേടിക്കണമല്ലോ. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് അല്ലേ, ഇതിൽ കാണിക്കുന്ന എമൗണ്ട് എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ ആൾ വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല, അങ്ങനെയല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ മുന്നേ മറ്റേ ടോളിൻ്റെ പൈസ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഞാനത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആൾക്ക് അപ്പോഴും ഒരു വിശ്വാസക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇനി റേറ്റിംഗ് ഒക്കെ കുറച്ചോണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. മുന്നത്തെ പരിപാടിയായിരുന്നു നല്ലത്, ഇത് ഭയങ്കര മോശം പരിപാടിയാണ്. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് റേറ്റിംഗ് കുറയ്ക്കലും പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നണം. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റേതായിരുന്നു ഇപ്പോൾ നമുക്ക് 140 രൂപ റിട്ടേൺ പൈസ അടക്കം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒരു ജാതി മൂഞ്ചിൽ ഏർപ്പാടായി പോയി. ഇപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചാലക്കുടി ഭാഗത്തേക്ക് പോകണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളാകെ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കണത്. 1610 81 പൈസയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ നിന്ന് 90 രൂപ ടോളിൻ്റെ പൈസ മേടിച്ചതുകൊണ്ട് ഒരു 50 രൂപ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ 50 രൂപ അല്ല 40 രൂപ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി ചാലക്കുടിയിൽ പോയി വെയിറ്റ് ചെയ്യാം. ചാലക്കുടിയിൽ നിന്ന് ട്രിപ്പ് അടിച്ചാൽ പോവും, അല്ലെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ വീട്ടിൽ പോവും. അപ്പോൾ എന്തായാലും ചാലക്കുടിയിൽ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ചാലക്കുടി ഇടാറുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോട്ടക്കര ഭാഗത്ത് നല്ല സർജാട്ടോ. പേരാമ്പ്ര അപ്പുറത്ത് നമ്മുടെ പേരാമ്പ്ര തുടങ്ങി കോട്ടക്കര ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് സർജണ്ട കാണിക്കണേ 1.7. എന്നാൽ അവിടെ വണ്ടി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നൂടെ, നമ്മ വരില്ലേ. സാധാരണ അല്ലെങ്കിൽ 15 കിലോമീറ്ററൊക്കെ പിക്കപ്പ് പോയിൻ്റൊക്കെ കഴിക്കുന്നതാ. ഇത് സർജൊക്കെ വെറുതെ തട്ടിപ്പാണ്. എനിക്ക് സർജുള്ള സമയത്ത് ഇന്ന് വരെ എനിക്ക് ഓട്ടം കിട്ടിയിട്ടില്ല കേട്ടോ. സർജ് പോണ സമയത്ത് മാത്രമേ നമുക്ക് ഓട്ടം കിട്ടാറ്. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. 8 മണി ആയതുകൊണ്ട് 8 കാലമായതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമോ എന്നുള്ളതിന് വലിയ പ്രത്യേകിച്ച് ചാൻസ് ഒന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ, വെയിറ്റ് ചെയ്ത് നോക്കാം. സമയം 9:13 ആയിട്ടുണ്ട്, 9 കാലമായി. ട്രിപ്പ് ഒന്നും നിലവിലടിച്ചില്ല. 1610 രൂപയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഊബർ ഓഫ്ലൈനിലാക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം എവിടെയും മറ്റേ സർജും കാര്യങ്ങളൊന്നും കാണാറില്ല. ഇനിയിപ്പോൾ എന്തായാലും അടിച്ചാൽ ഈ പറഞ്ഞ മാതിരി വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 10-1 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഓട്ടം ഇവിടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം റാപ്പിഡോയിലോ എന്തായാലും അടിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ നോക്കിക്കോട്ടെ, ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ട ഇങ്ങനെ സാധാരണ കാണിക്കാറുണ്ട്, നോ സർവീസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ അത് നമുക്ക് ഓഫ്ലൈനിലാക്കാം. അയ്യോ, അതിനിപ്പോൾ യാത്രയിൽ അതേപോലെ തന്നെ നമുക്ക് ഒരൊറ്റ ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല കേട്ടോ തൃശ്ശൂർ. അതേപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ വണ്ടികളുടെ ബാക്കിലൊക്കെ യാത്രയുടെ, അതായത് കേരള സഫാരീൻ്റെ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ടു. പക്ഷെങ്കിൽ ആരും ബുക്ക് ചെയ്യുന്നില്ല. ആ സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അത്യാവശ്യം ഊബർ ചീപ്പായിട്ടാണ് ഓടുന്നത്. പിന്നെ ഊബറിന് ഒരു വലിയ കാര്യമായിട്ട് കമ്മീഷനില്ല. ഇപ്പോൾ വേണമെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഊബറിൻ്റെ അതായത് ഇൻ്റർസിറ്റി ട്രിപ്സിൽ കമ്മീഷൻ പിടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ലോക്കൽ ട്രിപ്പുകൾ, അതായത് 125-ൻ്റെയും അങ്ങനത്തെ ഒക്കെ ട്രിപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ 125-ൻ്റെ ട്രിപ്പ് നോക്കിക്കോട്ടെ.
ഇതിൽ കസ്റ്റമറിൻ്റെ നിന്ന് മേടിച്ചിരിക്കുന്നത് 132, ആകെ 7 രൂപയെ കൂടുതൽ മേടിച്ചിട്ടുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ സംഭവം. പിന്നെ അതേപോലെ തന്നെ 400 ആയാലും 100 രൂപയുള്ള കസ്റ്റമറിൻ്റെ നിന്ന് കൂടുതൽ മേടിച്ചിട്ടുള്ളൂ. എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര മാറ്റമുണ്ട്. 134 രൂപ ട്രിപ്പിൽ കസ്റ്റമറിൻ്റെ നിന്ന് മേടിച്ച് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, എന്തൊന്നും അറിയില്ല. അപ്പം എന്തായാലും അത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ 6 മണിക്കൂർ 40 മിനിറ്റ് ഓൺലൈനിൽ കിടന്നേക്കണേ. കുറച്ച് നേരമൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇതിനൊക്കെ ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 12:15 അങ്ങണ്ടാന്ന് തോന്നുന്നു, 12:15 12:30 സമയത്താണ് ഇറങ്ങിയത്. ഇപ്പോൾ 9:15. അപ്പോൾ ഏകദേശം നമ്മളൊരു 9.5 മണിക്കൂറോളം ഓടിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 9 മണിക്കൂർ കഴിയും. അപ്പോൾ അത്ര സമയം ഓടിയിട്ട് നമ്മൾ 1610 രൂപ ഉണ്ടെന്ന് ഓടി ഉണ്ടാക്കിയേക്കണേ. സംതിങ് 710 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ചു, 150 രൂപയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു. പിന്നെന്താണ് 40 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ 1650 ഒരു 650 CNG കൂട്ടിയാൽ മതി. 650 CNG കൂട്ടിക്കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ 150 കിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു 800 രൂപ റേഞ്ചാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം. ഇവിടെ കിടന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോൾ 1 മണിക്കൂറോളം ആവാറായില്ലേ. ഇനിയിപ്പോൾ ട്രിപ്പ് അടിച്ചാൽ ഈ പറഞ്ഞ മാതിരി എറണാകുളത്ത് ചെന്നാൽ ശോകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇനി നാളെ ഇറങ്ങാം. എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഓടാൻ. എന്തായാലും നാളെ രാവിലെ തന്നെ ഇറങ്ങണം. ഇറങ്ങുകയാണെങ്കിലാണ് കാര്യമുള്ളൂ. രാവിലെ തന്നെ ഇറങ്ങുകയാണെങ്കിൽ മാത്രം കേട്ടോ നാളെ ഇറങ്ങണുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങണില്ല. എന്നാലും നമുക്ക് ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ചാലക്കുടിക്ക് അടിച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എങ്കിലും ട്രിപ്പ് കാലി വരുമ്പോൾ, അതായത് നമുക്ക് ട്രിപ്പ് കൂടുതൽ കിട്ടിയാലും ലാഭമൊക്കെ കണക്ക് തന്നെയാവും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ വീട്ടിലേക്ക് തെറിക്കാം.